സ്നേഹമുള്ളവരെ, ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി ദുഃഖറാന തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധാരികളായ എല്ലാ തോമസ്മാർക്കും തൊമ്മന്മാർക്കും ഒക്കെ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുകയാണ്. തോമാസ് ലീഹായുടെ സ്നേഹവും തീക്ഷ്ണതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് വിശ്വാസത്തിൻ്റെ ഈ വിത്ത് പാകി തന്ന വിശുദ്ധൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. യേശുവിനോട് ചേർന്ന് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവകയും മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടീ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം
അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർ തോമാ ശ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിന്റെ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തി ആദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്ഥിരീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. കഴിയുവാനും മോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനെന്താം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാവിനങ്ങേ കനിവേഴും കഥകൾ കേട്ടു ലയിക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. നിന്നെ വണങ്ങിയിരിക്കുന്നു ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമായയുടെ ആത്മാവിൻ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആ നാട്ടിലെ സ്വർണ്ണം മേത്രമാണ്.
പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, ജീവദായകമായ തിരുവചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷ പ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കുർബാനകളുമാണ്. സ്ത്രീഹന്മാരുടെയും പ്രവാസന്മാരുടെയും അടിത്തറമേൽ കണ്ടുവരുത്തപ്പെട്ടവർ. അതിന്റെ മൂലക്കല്ലോ ഈശ്വരൻ അവനിൽ പ്രധാനമായ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിന്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 20-24 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു,
എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭാദിനമായ ഇന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദുഃഖറാന തിരുനാൾ എന്ന് പാരമ്പര്യമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് എല്ലാ വർഷവും വിശദീകരിച്ച് കേൾക്കുന്നതാണ്. ഓർമ്മയാചരിക്കുന്ന, ശ്രാദ്ധം ആചരിക്കുന്ന, പച്ചമലയാളത്തിൽ ചാത്തം ആഘോഷിക്കുന്ന ദിവസം, അവിടുത്തെ മരണ തിരുനാൾ നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ, നിഷ്കളങ്കതയോടെ, ആത്മാർത്ഥതയോടെ നിന്ന ഈ ധീരനായ ശ്ലീഹ, ആ ശ്ലീഹ തന്നെയാണ് ഒലിവിൻ്റെ നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ ഈ നാട്ടിൽ വന്ന് വിശ്വാസത്തിൻ്റെ ദീപം നമുക്ക് കൊളുത്തി തന്നത്. ഈ തിരുനാളുകളെല്ലാം നാം ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭാദിനവും അതുപോലെ തന്നെ ദുഃഖറാന തിരുനാളും ആഘോഷിക്കുമ്പോൾ ഇതിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുകയാണ്. തോമാസ് ശ്ലീഹായെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ധീരനായ, എന്നാൽ നിഷ്കളങ്കനായ, ജാടയില്ലാത്ത ഒരു ശ്ലീഹ, ഒരു വിശുദ്ധൻ. ജാട ഇന്നത്തെ കാലത്ത് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ജാടയുണ്ടോ ഇല്ലയോ എന്ന് പോലും മുഖാവരണം അണിയുന്നത് കൊണ്ട് പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ ആ നോട്ടത്തിൽ നിന്നും നിൽപ്പിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ജാടയാണ്. ഒന്ന് സംസാരിക്കാനോ ഒന്ന് ആത്മാർത്ഥമായി ഇടപെടാനോ ഒന്നും സാധിക്കാത്ത കാലഘട്ടം. അങ്ങനെയുള്ളപ്പോഴും ഈ തോമാസ് ശ്ലീഹായുടെ വിശ്വാസദാർഢ്യവും നിഷ്കളങ്കതയും നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങൾ എന്നെ പിന്തുടരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. ആ സമയത്തും എല്ലാവർക്കും സംശയമൊക്കെ ഉണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കും. തോമാസ് ശ്ലീഹായ ചോദിക്കുന്നത്, കർത്താവേ, അങ്ങ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അതറിയില്ല എന്ന് ഇവർക്കെല്ലാം അറിയാം, പക്ഷെ ആരും മിണ്ടിയില്ല. ഇതന്നെയല്ലേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. തോമാസ് ശ്ലീഹായാണ് എഴുന്നേറ്റ് ചോദിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? അപ്പോഴാണ് കർത്താവ് ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ആ ആശയം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, ജീവനിലേക്കുള്ള സത്യമായ വഴി ഞാനാണ് എന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സമയമായിരുന്നു അത്. വീണ്ടും ലാസർ മരിച്ചപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം, ലാസർ ഉറങ്ങുകയാണ്, യൂദയായിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങോട്ട് പോകണ്ട, കൊന്നുകളയും അവര്, യഹൂദന്മാർ കൊന്നുകളയും. ആ പേടിയാണ് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും. അപ്പോഴും തോമാസ് ശ്ലീഹായ പറഞ്ഞത്, ഇരട്ടച്ചങ്കോടുകൂടി പറയുക, നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ഗുരുവിന് വേണ്ടി ഇറങ്ങി, ആരുടെ പുറകെ ഇറങ്ങി തിരിച്ചോ അവന് വേണ്ടി ജീവിക്കുക മാത്രമല്ല മരിക്കുവാനും, അത് ഏതു തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ച് മരിക്കാനും മടിയില്ലാത്ത ആ വിശുദ്ധൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് കുറെ കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലും വേണം ധൈര്യം, നമ്മുടെ ജീവിതത്തിലും വേണം ആത്മാർത്ഥത, നമ്മുടെ ജീവിതത്തിലും വേണം നിഷ്കളങ്കത. എന്തിനു വേണ്ടി? നമ്മുടെ ദൈവത്തിന് വേണ്ടി, നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി. ഒപ്പം തന്നെ നാം ഓരോരുത്തരും ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളാൻ അത്രത്തോളം വിശ്വാസദാർഢ്യം. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ, ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹ എവിടെയില്ല. ധൈര്യമുള്ള ആളായതുകൊണ്ടാണല്ലോ സാധനം മേടിക്കാൻ, ഇവർക്ക് വയലോട്ട് വല്ലതും പോണ്ടേ, സാധനം മേടിക്കാനൊക്കെ പോയതായിരിക്കാം. അദ്ദേഹത്തിന് മാത്രമേ പുറത്തു പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന്.
വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഒരു വാശിയുണ്ട്, ഒരു പിടിവാശിയുണ്ട്. എന്തുകൊണ്ടാ? നിഷ്കളങ്കതയോടുകൂടി എനിക്കും കർത്താവിനെ കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ അതിൽ നിന്നും പുറപ്പെട്ടു വന്നതാണ് എനിക്കും അവനെ കാണണം എന്ന്. മാത്രമല്ല, നിങ്ങൾ ആരും ചെയ്യാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം, വ്യത്യസ്തമായിട്ടുള്ള കാര്യം എനിക്കും ചെയ്യണം. എന്താ? എനിക്ക് അവന്റെ മുറിവുകളിൽ തൊട്ട് അനുഭവിക്കണം എന്നുള്ള ഒരു വിശ്വാസം പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ലേ? എനിക്ക് കർത്താവിനെ ഇത് കാണണം. ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ കാണണം. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എനിക്ക് കർത്താവിനെ കാണണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, അവിടുന്ന് എന്നെ ചുറ്റി വരിയുന്നത് എനിക്ക് അനുഭവിക്കണം, അവിടുത്തെ ഒപ്പം നിന്നുകൊണ്ട് അവിടുത്തെ തൊടുവാൻ എനിക്ക് സാധിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ? തോമാസ് ലീഗായ്ക്ക് അത് സാധിച്ചു. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ വാ, കൊണ്ടുവാ, നിന്റെ കൈ കൊണ്ടുവാ. കർത്താവിനറിയാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. ആ മുറിവിൽ പോയി തൊടുവാനുള്ള ധൈര്യവും നിഷ്കളങ്കതയും വിശ്വാസവും യോഗ്യതയും ഒക്കെ നേടിയ ആള് ഈ തോമാസ് ലീഗ നമുക്കും മാർഗദീപമാണ്. വിശ്വാസത്തിൽ മാത്രമല്ല, ഈ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിൽ കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ, വിശ്വസിക്കാൻ തയ്യാറായ, അത് പ്രഘോഷിക്കാൻ തയ്യാറായ തോമാസ് ലീഗ ഇന്ന് ഈ തിരുസഭാ ദിനത്തിൽ നമ്മളോട് പറയുന്നു, വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ എങ്ങനെ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം? നമുക്കറിയാലോ, ഈ ഒരു ജൂലൈ 3 അല്ലെങ്കിൽ ദുഃഖറാന തിരുനാൾ പെരും മഴ പെയ്തും അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന് ആഘോഷിക്കുന്ന, ആചരിക്കുന്ന വലിയ തിരുനാൾ, സീറോ മലബാർ സഭയിൽ വളരെ പ്രധാനപ്പെട്ട തിരുനാൾ എങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് ഈ പ്രതിസന്ധിയിലും നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് കൂടുതൽ ദൃഢതരമാക്കുവാൻ നമുക്ക് സാധിക്കും. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ ആ ജീവിതം നയിക്കുവാനും വചനത്തിൽ വളരുവാനും അത് പ്രഘോഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളോട് ധീരതയോടെ കുടുംബത്തിൽ നിൽക്കുവാൻ, കുടുംബനാഥന്മാർ കുടുംബത്തിന് വേണ്ടി ചങ്കു പറിച്ചു കൊടുക്കുന്നവരാണ്. അത് ജീവിക്കുവാനും ഏതു സമയത്തും കുടുംബനാഥന്മാരാവട്ടെ, കുടുംബനാഥമാരാവട്ടെ, മക്കളാവട്ടെ, കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ, അത് വിട്ടുപോകില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അങ്ങനെയാകുമ്പോൾ ഒരു ജിഹാദും നമ്മളെ ഏൽക്കുകയില്ല. കാരണം എന്താ? എനിക്ക് വേണ്ടി മുറിവേറ്റ, എനിക്ക് വേണ്ടി ചങ്ക് പിളർത്തി തന്ന എന്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി അത് പ്രഘോഷിച്ച് നമുക്ക് വിശ്വാസദീപം തെളിച്ചു തന്ന തോമാസ് ലീഗ നമ്മുടെ മധ്യസ്ഥനായുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നിന്നാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരും വഴിതെറ്റി പോകില്ല. അതൊരു വിശ്വാസമാണ്. അത് പോകില്ല എന്നുള്ള ദൃഢമായ വിശ്വാസവും അത് പോകാൻ പാടില്ല എന്നുള്ള ആത്മാർത്ഥമായ വാശിയും നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഏത് പ്രതിസന്ധിയിലും വളരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം വിശ്വാസത്തിൽ. തോമാസ് ലീഗയുടെ മധ്യസ്ഥം നേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേലാണ് അവിടുന്ന്. ആ വിശ്വാസത്തിൽ ദൃഢതയോടെ വളർന്നു വരുവാനുള്ള അനുഗ്രഹത്തിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ.
നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. ആത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിയിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്ഥിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അറൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും
വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമധാരികളായ എല്ലാവർക്കും വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിന് വേണ്ടിയും അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടിയും കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, അധ്വാന മേഖലകൾ, പഠന മേഖലകൾ, കുടുംബങ്ങൾ എന്നിവ അനുഗ്രഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും പാവന സ്മരണ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശിഹായെ അയച്ച് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടു കൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായേ, അങ്ങയുടെ ഓർമ്മ നിങ്ങൾ മഹനീയമാകുന്നു. അങ്ങയുടെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം അങ്ങേയ്ക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അങ്ങേയ്ക്കായി സ്വർഗത്തിൽ വിജയകിരീടം ഒരുക്കി. അങ്ങയെ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ സമ്പന്നമാക്കിയ ദൈവത്തിന് ക്രോവന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് നമുക്കും ഹല്ലേലൂയ പാടി അവനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ഈ അനുസ്മരണത്തിൽ അനുസ്മരണ ദിനത്തിൽ തന്റെ ശരീരത്തെ നമുക്ക് സ്വന്തമാക്കിയ വിശുദ്ധവാഴ്ചകളാകട്ടെ. ഒരു വ്യക്തിക്ക് ഉപദേശങ്ങൾ സ്വീകരിച്ചു നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നുള്ളിലണയും നാഥനേ, ആരാധന ആരാധന. ഓസ്തിയ എന്നുള്ളിലണയും നാഥനേ, ആരാധന ആരാധന. ഹൃത്തടത്തിൽ നിൻ സ്നേഹം പകരണേ, എന്നാത്മാവിലെന്നും നീ വാഴണേ. ഹൃത്തടത്തിൽ നിൻ സ്നേഹം പകരണേ, എന്നാത്മാവിലെന്നും നീ വാഴണേ. എന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപനേ ആരാധന. എന്നുള്ളിൽ നന്മയാൽ നീ വളരേണമേ ആരാധന. എന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപനേ ആരാധന. എന്നുള്ളിൽ നന്മയാൽ നീ വളരേണമേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ നമുക്കെല്ലാവർക്കും വീടനാഥമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീതമായതാത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു.
ഈ അമൂല്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർ തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിനു നൽകിടുവാൻ മാർത്തോമായേ സകലേശൻ കരുണയോടേവമയച്ചല്ലോ. വിശ്വാസത്തിൻ ആസുരമാം ദീപ്തിയിലേവരുമണി ചേരാൻ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സ്നേഹപിതാവ മാർത്തോമാ മാതൃകയാകട്ടെന്നാളും പ്രേഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടുവാൻ രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക്